നമസ്കാരം ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 400 മുതൽ 500 വരെയുള്ള ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ ഉത്ഭവിക്കുന്നത് ഏതാണ്? രവി നദി. സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ ഉത്ഭവിക്കുന്നത് ഏതാണ്? രവി നദി. സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാര്? സി കേശവൻ. സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാര്? സി കേശവൻ. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത്? ഭഗവത്ഗീത. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത്? ഭഗവത്ഗീത. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ്. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? കാവുംകോട് ഭാർഗവി. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? കാവുംകോട് ഭാർഗവി. ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം? 1968. ആദ്യമായി പാർലമെൻറ്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം? 1968. ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി? സക്കീർ ഹുസൈൻ. ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി? സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? 32. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? പൂനെ. ഇന്ത്യയിലെ ആദ്യ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? പൂനെ. സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? 24. സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? 24. സിരിമാവോ ശാസ്ത്രി ഉടമ്പടി 1964 സിരിമാവോ ശാസ്ത്രി ഉടമ്പടി പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം? പുനലൂർ. സിരിമാവോ ശാസ്ത്രി ഉടമ്പടി പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം? പുനലൂർ. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? 56. ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? 56. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തതാര്? പാർവതി നെന്മേണി മംഗലം. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തതാര്? പാർവതി നെന്മേണി മംഗലം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി? 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി അത് 5 വർഷം. എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷം. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആര്? അക്കാമ ചെറിയാൻ. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 243A. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243A. രമണൻ എന്ന കൃതി രചിച്ചത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. രമണൻ എന്ന കൃതി രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത്? സംസ്കൃതം. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത്? സംസ്കൃതം. കാളിദാസൻ രചന നടത്തിയിരുന്ന ഭാഷ? സംസ്കൃതം. കാളിദാസൻ രചന നടത്തിയിരുന്ന ഭാഷ സംസ്കൃതം. ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത്? MM ചെറിയാൻ. ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത്? MM ചെറിയാൻ. 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷനറി? J. ഡൗസൺ. 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷനറി J. ഡൗസൺ. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? 9ാമത്തെ പട്ടികയിൽ. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? 9ാമത്തെ പട്ടികയിൽ. മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗബലത്തിൻ്റെ
15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 2003 91 ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം പാർലമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 2003 91 ഭരണഘടനാ ഭേദഗതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി. പി. കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി പി. കൃഷ്ണപിള്ള. ഐവാൻഹോ രചിച്ചത് ആര്? വാൾട്ടർ സ്കോട്ട്. ഐവാൻഹോ രചിച്ചതാര്? വാൾട്ടർ സ്കോട്ട്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം? 1962. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു? തമിഴ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ കവിയായിരുന്നു? തമിഴ്. അക്കാമച്ചെറിയാൻ്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? വെള്ളയമ്പലം. അക്കാമച്ചെറിയാൻ്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? വെള്ളയമ്പലം. അച്ചിപ്പുടവ സമരം നയിച്ചതാര്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. അച്ചിപ്പുടവ സമരം നയിച്ചതാര്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. മന്നത്ത് പത്മനാഭൻ്റെ മുതുകുളം പ്രസംഗം ഏതു വർഷമായിരുന്നു? 1947. മന്നത്ത് പത്മനാഭൻ്റെ മുതുകുളം പ്രസംഗം ഏതു വർഷമായിരുന്നു? 1947. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. 55. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. 55. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം? മീഥെയ്ൻ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ. സാമ്പത്തിക വർഷമായി ജനുവരി മുതൽ ഡിസംബർ ഫോർമാറ്റ് സ്വീകരിച്ച ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. സാമ്പത്തിക വർഷമായി ജനുവരി മുതൽ ഡിസംബർ ഫോർമാറ്റ് സ്വീകരിച്ച ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യൻ പാർലമെൻറ്റ് പോക്സോ നിയമം പാസാക്കിയ വർഷം? 2012. ഇന്ത്യൻ പാർലമെൻറ്റ് പോക്സോ നിയമം പാസാക്കിയ വർഷം? 2012. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ശക്തൻ തമ്പുരാൻ. തെയിൽസ് ഏത് മേഖലയിലെ പ്രഗത്ഭനാണ്? ഗണിതം. തെയിൽസ് ഏത് മേഖലയിലെ പ്രഗത്ഭനാണ്? ഗണിതം. കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന കൃതി രചിച്ചതാര്? EMS. കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന കൃതി രചിച്ചതാര്? EMS. 1957 റോഹിൻഗഡിൽ കലാപം നയിച്ചതാര്? ഖാൻ ബഹദൂർ ഖാൻ. 1857 റോഹിൽഗഡിൽ കലാപം നയിച്ചതാര്? ഖാൻ ബഹദൂർ ഖാൻ. പുരുഷന്മാർ ഇല്ലാത്ത ലോകം രചിച്ച മലയാള എഴുത്തുകാരി? കെ. സരസ്വതിയമ്മ. പുരുഷന്മാർ ഇല്ലാത്ത ലോകം എന്ന കൃതി രചിച്ച മലയാള എഴുത്തുകാരി കെ. സരസ്വതിയമ്മ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ചതാര്? VD സവർക്കർ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ചതാര്? VD സവർക്കർ. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആര്? E. രാമയ്യർ. മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചതാര്? E. രാമയ്യർ. അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 248. അവശിഷ്ടാധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 248. മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരൻ? പൊൻകുന്നം വർക്കി. മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരൻ? പൊൻകുന്നം വർക്കി. മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 72. മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 72. മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? 53. മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? 53. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതാര്? രമാഭായ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതാര്? രമാഭായ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി? ഡോക്ടർ സക്കീർ ഹുസൈൻ.
ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. തെക്കേ അമേരിക്കയിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യമേത്? ഗയാന. തെക്കേ അമേരിക്കയിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യമേത്? ഗയാന. തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡൽഹി, ഗോവ. തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡൽഹി, ഗോവ. 1114 കഥ ആരുടെ രചനയാണ്? അക്കാമ ചെറിയൻ. 1114 കഥ ആരുടെ രചനയാണ്? അക്കാമ ചെറിയൻ. ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം? ഹീലിയം. ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം? ഹീലിയം. മെക്കയും മദീനയും ഏതു മതക്കാരുടെ വിശുദ്ധ സ്ഥലങ്ങളാണ്? ഇസ്ലാം മതം. മെക്കയും മദീനയും ഏത് മതക്കാരുടെ വിശുദ്ധ സ്ഥലങ്ങളാണ്? ഇസ്ലാം മതം. വൈരാഗ്യ ദശകം രചിച്ചതാര്? ശ്രീനാരായണ ഗുരു. വൈരാഗ്യ ദശകം രചിച്ചതാര്? ശ്രീനാരായണ ഗുരു. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ലീ കമ്മീഷൻ. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ലീ കമ്മീഷൻ. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം? 26. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം? 26. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമിൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയതാര്? മോത്തിലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയതാര്? മോത്തിലാൽ നെഹ്റു. യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ്? ഐസ്ലാൻഡ്. യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ്? ഐസ്ലാൻഡ്. ലീഗ് ഓഫ് ഒപ്രസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകൻ? ചെമ്പകരാമൻ പിള്ള. ലീഗ് ഓഫ് ഒപ്രസ്ഡ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകൻ? ചെമ്പകരാമൻ പിള്ള. ഏഴിമല രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായിരുന്നത്? പാഴി. ഏഴിമല രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായിരുന്നത്? പാഴി. ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയൻ്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം? 351. ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയൻ്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം? 351. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി? TN ശേഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി? TN ശേഷൻ. ഏത് നദിയുടെ പോഷക നദിയാണ് താവ? നർമ്മദ. ഏത് നദിയുടെ പോഷക നദിയാണ് താവ? നർമ്മദ. കലിംഗ സ്റ്റേഡിയം എവിടെയാണ്? ഭുവനേശ്വർ. കലിംഗ സ്റ്റേഡിയം എവിടെയാണ്? ഭുവനേശ്വർ. മെഡുല്ല ഒംബ്ലാങ്കേറ്റ ഏത് അവയവത്തിൻ്റെ ഭാഗമാണ്? മസ്തിഷ്കം. മെഡുല്ല ഒംബ്ലാങ്കേറ്റ ഏത് അവയവത്തിൻ്റെ ഭാഗമാണ്? മസ്തിഷ്കം. സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 333. സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 333. സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 202. സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 202. കോൺഗ്രസിനെ സമാധാനപരമായ മരണത്തിന് സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി? കഴ്സൺ പ്രഭു. കോൺഗ്രസിനെ സമാധാനപരമായ മരണത്തിന് സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി? കഴ്സൺ പ്രഭു. വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞതാര്? അക്കാമ ചെറിയാൻ. വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞതാര്? അക്കാമ ചെറിയാൻ. മലയാളത്തിൽ സാഹിത്യ വിമർശനത്തിന് തുടക്കം കുറിച്ചത്? AR രാജരാജവർമ്മ. മലയാളത്തിൽ സാഹിത്യ വിമർശനത്തിന് തുടക്കം കുറിച്ചത്? AR രാജരാജവർമ്മ. കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? കൊട്ടാരക്കര. കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? കൊട്ടാരക്കര. മുന്തിരിക്കിണറുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമി. മുന്തിരിക്കിണറുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമി. ധ്യാനസല്ലാപങ്ങൾ രചിച്ചതാര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ധ്യാനസല്ലാപങ്ങൾ രചിച്ചതാര്? വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി? 2013 സെപ്റ്റംബർ 12. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി? 2013 സെപ്റ്റംബർ 12. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയതെന്ന്? 2010. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയതെന്ന്? 2010. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ രചിച്ചതാര്? K. ദേവയാനി.
ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. രചിച്ചതാര്? കെ ദേവയാനി. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി. 2003 89 ഭരണഘടനാ ഭേദഗതി. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി. 2003 89 ഭരണഘടനാ ഭേദഗതി. 1921 മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത. കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത. കമ്മത്ത് ചിന്നമ്മ. സാമുദായിക സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അന്യമതക്കാരുടെയോ അന്യജാതിക്കാരുടെയോ ജീവനോ സ്വത്തോ സംരക്ഷിക്കുന്നതിന് പ്രകടിപ്പിക്കുന്ന ധീരതയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ബഹുമതിക്ക് ആരുടെ സ്മരണാർത്ഥമാണ് പേരിട്ടിരിക്കുന്നത്? കബീർ. സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്ന സമയത്ത് അന്യമതക്കാരുടെയോ അന്യജാതിക്കാരുടെയോ ജീവനോ സ്വത്തോ സംരക്ഷിക്കുന്നതിന് പ്രകടിപ്പിക്കുന്ന ധീരതയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ബഹുമതിക്ക് ആരുടെ സ്മരണാർത്ഥമാണ് പേരിട്ടിരിക്കുന്നത്? കബീർ. സംസ്കാരത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പുഷ്പം. താമര. സംസ്കാരത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പുഷ്പം താമര. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വർഷം. 1947. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വർഷം 1947. മാർഗി സതി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നങ്ങ്യാർ കൂത്ത്. മാർഗി സതി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നങ്ങ്യാർ കൂത്ത്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എവിടെയാണ്? ഭോപ്പാൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എവിടെയാണ്? ഭോപ്പാൽ. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി. എൽ.എം. സിംഗ്വി കമ്മിറ്റി. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി. എൽ.എം. സിംഗ്വി കമ്മിറ്റി. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത്? മസ്തിഷ്കം. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത്? മസ്തിഷ്കം. സാർ ചക്രവർത്തിമാരുടെ തലസ്ഥാനമായിരുന്നത്? മോസ്കോ. സാർ ചക്രവർത്തിമാരുടെ തലസ്ഥാനമായിരുന്നത് മോസ്കോ. സാമുവൽ ലഹോൺ ക്ലെമൻസ് ഏതു പേരിലാണ് പ്രസിദ്ധനായത്? മാർക്ക് ട്വെയിൻ. സാമുവൽ ലഹോൺ ക്ലെമൻസ് ഏതു പേരിലാണ് പ്രസിദ്ധനായത്? മാർക്ക് ട്വെയിൻ. ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ്? കഥകളി. ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ്? കഥകളി. പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 338A. പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338A. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം. 2010. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 332. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 332. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 330. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 330. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത്? വടകര. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് കേരളം ഏത് കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അദാനി പോർട്സ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് കേരളം ഏത് കമ്പനിയുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അദാനി പോർട്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 2020 വരെ ലോക്സഭയിലും നിയമസഭകളിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതി. 2009 95 ഭേദഗതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 2020 വരെ ലോക്സഭയിലും നിയമസഭകളിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതി. 2009 95 ഭരണഘടനാ ഭേദഗതി.
സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം എന്ന് ആഹ്വാനം നടത്തിയതാര്? കാൾ മാർക്സ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം എന്ന് ആഹ്വാനം നടത്തിയതാര്? കാൾ മാർക്സ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം? ആംസ്റ്റർഡാം. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം? ആംസ്റ്റർഡാം. ഗാന്ധിജി മാതാവിനെപ്പോലെ കണക്കാക്കിയ ഗ്രന്ഥമേത്? ഭഗവത്ഗീത. ഗാന്ധിജി മാതാവിനെപ്പോലെ കണക്കാക്കിയ ഗ്രന്ഥമേത്? ഭഗവത്ഗീത. അപ്പോൾ PSC ബുള്ളറ്റിൻ 10,000 GK പുസ്തകത്തിലെ 400 മുതൽ 500 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതും നിങ്ങൾ ഈ കൂടെ തന്നെ ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു 500 ക്വസ്റ്റ്യൻ ആകുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.